students, welcome to another episode of my channel. This is Sarita from Sarita's vlog. Coordination compounds എന്ന ചാപ്റ്ററിലെ ഓപ്റ്റിക്കൽ ഐസോമർസത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ ഐസോമർസത്തിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതായത് സ്ട്രക്ചറൽ ഐസോമറിസം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസവും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഓപ്റ്റിക്കൽ ഐസോമറിസം നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. മറ്റുള്ള ഐസോമറിസത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത കാണിക്കുന്നതാണ് ഈ ഓപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോ എന്തെല്ലാമാണ് ആ വ്യത്യസ്തത എന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് നോക്കാം. ആദ്യം ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്താണെന്ന് കാണാം. ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം സ്ട്രക്ചറൽ ഫോർമുല, സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, but they differ in the behavior towards the plane polarized light. So, this is the peculiarity of optical isomers. എന്താണ് ഓപ്റ്റിക്കൽ ഐസോമറുകള്? ഓപ്റ്റിക്കൽ ഐസോമറുകൾക്ക് ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്, ഒരേ സ്ട്രക്ചറൽ ഫോർമുലയാണ്, ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ബട്ട് അവിടെയാണ് പ്രശ്നം. They differ in their behavior towards the plane polarized light. Have you heard about this plane polarized light? നമ്മൾ സാധാരണ ലൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പോ ഈ റൂമിൽ കാണുന്ന വെളിച്ചം, നമ്മൾ സൺലൈറ്റ്, ഇതൊക്കെ നമ്മളെ സാധാരണ ലൈറ്റ് ആണ്, ഓർഡിനറി ലൈറ്റ് ആണ് അല്ലെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തത കാണിക്കുന്നതാണ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരാനാണ് ഞാൻ ബോർഡിൽ ഇത്രയധികം കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ മക്കൾ ഇതെല്ലാം പഠിക്കാനുള്ളതാണോ എന്ന് മനസ്സിൽ വെക്കേണ്ട കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതാണ്. കാരണം ഞാൻ വെറുതെ റഫായിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങള് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓർഡിനറി ലൈറ്റ് ആണ്, നമ്മളെ സാധാരണ വെളിച്ചം. അത് സൺലൈറ്റ് ആകാം, അതുപോലെ തന്നെ നമ്മളെ നോർമൽ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ എന്തും ആയിക്കോട്ടെ. ഈ ഓർഡിനറി ലൈറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അറിയാലോ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് ഡിഫറെന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ കുറിച്ച്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഈ ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും അല്ലെ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഓസിലേറ്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ ദ കേസ് ഓഫ് ദിസ് ലൈറ്റ്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓസിലേഷൻസ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സാധാരണ ഈ ലൈറ്റ് ഇറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം എന്നൊക്കെ കേൾക്കുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം. ഈ നിക്കോൾ പ്രിസം എന്ന് പറയുന്നത് ഒരു പോളറൈസർ ആണ്. ആക്ച്വലി ദിസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോ ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഞാൻ അതിനെ ചുരുക്കി എഴുതിയതാണ് കേട്ടോ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിക്കോൾ പ്രിസത്തിലൂടെ ഈ ഓർഡിനറി ലൈറ്റ് കടത്തിവിടുന്നത്. ആൻഡ് ദിസ് നിക്കോൾ പ്രിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽസൈറ്റ്. കാൽസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പോ ഓർഡിനറി ലൈറ്റ് സാധാരണ ഈ ഒരു നിക്കോൾ പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടേണ്ടുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ഈ നോർമൽ ലൈറ്റിൽ നിന്ന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനുള്ള വ്യത്യാസം? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഓസിലേറ്റ്സ് ഓൺലി ഇൻ വൺ പ്ലെയിൻ ഓർ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഈ ഒരു ഓർഡിനറി ലൈറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷൻസിലേക്കും ഓസിലേറ്റ് ചെയ്തിരുന്നു അല്ലെ. എന്നാൽ ഈ നിക്കോൾ പ്രിസത്തിലൂടെ ഈ ഓർഡിനറി ലൈറ്റ് കടത്തിവിടുമ്പോ കിട്ടുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ,
ഓസിലേറ്റ് ചെയ്യുന്നുള്ളൂ. അത് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. അപ്പൊ നമുക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾക്ക് ഓപ്റ്റിക്കൽ ഐസോമേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, അല്ലെ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ എന്തായിരുന്നാലും ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ. ഈ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദിസ് പോളാരിമീറ്റർ. പോളാരിമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി. അതായത് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നത്? അതിനാണ് ഈ ഒരു ലൈറ്റ് പൊളാരിമീറ്ററിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പൊ പൊളാരിമീറ്ററിൽ എന്താ ഉള്ളത്? കോംപ്ലക്സ് നമ്മൾ എടുക്കുന്നു. അതായത് നമ്മൾക്ക് ഒരു കോമ്പൗണ്ട് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് അറിയണം അല്ലെങ്കിൽ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണോ എന്ന് അറിയണം. ആ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദിസ് പൊളാരിമീറ്റർ. വളരെ ചെറിയൊരു എമൗണ്ടിലാണ് ഈ ഒരു പൊളാരിമീറ്ററിൽ ഇത് വെക്കുന്നത് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നമുക്ക് 3 പോസിബിലിറ്റീസ് ആണ് കേട്ടോ. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കോംപ്ലക്സ് കോമ്പൗണ്ടുകള് ദാറ്റ് വിൽ റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് either towards the right or towards the left. അതായത് ചില കോംപ്ലക്സ് കോമ്പൗണ്ടുകള് they will rotate the plane of the plane polarized light. അപ്പോ ഇതാണ് നോർമലി ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒന്നില്ലെങ്കിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഒരു ചെറിയ ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിലോ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോ ഇതാണ് 2 പോസിബിലിറ്റീസ്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് കോമ്പൗണ്ട് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് അതിന് യാതൊരു രീതിയിലും റൊട്ടേറ്റ് ചെയ്യിക്കാതെ അത് ആസ് സച്ച് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇരുത്തും. അപ്പോ ഇങ്ങനെ യാതൊരു മാറ്റവും യാതൊരു റൊട്ടേഷനും ഈ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് സംഭവിക്കാതെ വരുന്ന കോംപ്ലക്സ് കോമ്പൗണ്ടുകളെ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ടുകൾ എന്ന് പറയും. എന്നാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിൻ ഇവിടെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പറയുന്നു ആ കോംപ്ലക്സ് കോമ്പൗണ്ട് നമ്മൾ ഏതാണോ പൊളാരിമീറ്ററിൽ എടുത്തത് ദേ ആർ ഓപ്റ്റിക്കലി ഓർ ഇറ്റ് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ്. മനസ്സിലായോ? അപ്പോ ഒരു കോമ്പൗണ്ട്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് either towards the right or towards the left. Now, if the complex rotate the plane of this plane polarized light towards the right, then it is called a dextrorotatory and it is designated as D. Okay, and when it rotates the plane of polarized light, the plane of plane polarized light towards the left, then it is known as the levorotatory and it is designated as L, small letter L. Okay, and this dextrorotatory and levorotatory complexes are mirror images to each other. Very important. അപ്പോ നമുക്ക് ഒരു കോംപ്ലക്സിന്റെ തന്നെ ഡെക്സ്ട്രോറൊട്ടേറ്ററിയും ലീവോറൊട്ടേറ്ററിയും കിട്ടും. ആൻഡ് ദീസ് 2 ആർ ദ മിറർ ഇമേജസ് ആൻഡ് ദേ ആർ ഓപ്റ്റിക്കലി ആക്റ്റീവ് or they are said to be chiral complex. Chiral കേട്ടിട്ടുണ്ടോ? CHI
RAL. അപ്പോ ഇങ്ങനെയുള്ള ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോംപ്ലക്സസ് അല്ലെങ്കിൽ ലീവോ റൊട്ടേറ്ററി കോംപ്ലക്സുകളെ പറയുന്നതാണ് കൈറാൽ കോംപ്ലക്സസ് ആൻഡ് ദേ ആർ ഓപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സസ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സ് എന്താണെന്ന് ഒരു കുട്ടി നന്നായി മനസ്സിലാക്കി വെക്കണം. അപ്പോ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയും മിറർ ഇമേജസ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. അത് മാത്രല്ല അവര് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സുകളെയാണ് കൈറാൽ കോംപ്ലക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈറാൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. എന്തൊക്കെയാണത്? ശ്രദ്ധിച്ചോളൂ. ഓപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് that are mirror images to each other are called enantiomers. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേർഡ്? ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അല്ലെ? പുതിയ പുതിയ വേർഡുകളൊക്കെയാണല്ലോ ടീച്ചർ പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ. എന്നാലും നമുക്ക് പഠിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. Optical active isomers that are mirror images to each other are called enantiomers. അതായത് നമ്മൾ ഈ കണ്ട ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോംപ്ലക്സും അതുപോലെ തന്നെ ലീവോ റൊട്ടേറ്ററി കോംപ്ലക്സുകളെയും എന്തെന്നാണ് പറയുന്നത്? എനാൻഷ്യോമേഴ്സ് എന്നാണ് പറയുന്നത്. എന്താ ഇതിന്റെ മറ്റൊരു പ്രത്യേകത? These have non-superimposable mirror images. എനാൻഷ്യോമേഴ്സിന് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നേ ടീച്ചർ വീണ്ടും പറയുന്നു എന്തൊക്കെയോ അല്ലെ മക്കളെ? ഇത് എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്? നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം വരച്ചിട്ടുള്ളത്. 2 ആൽഫബറ്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് P എന്നും മറ്റൊന്ന് O എന്നും പറഞ്ഞ 2 ആൽഫബറ്റ്സ് ആണ് കേട്ടോ. പിയുടെ മിറർ ഇമേജ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ടീച്ചർ വരച്ചിട്ടുള്ളത് എന്താണ്? ഒരു മിററാണ്. ഈ മിററിന്റെ ഇമേജ് ആണത്. അതുപോലെ തന്നെ O എന്ന ഒരു ലെറ്ററിന്റെ ഇമേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് മറ്റൊന്നിന്റെ മിറർ ഇമേജ് ആണ്. അപ്പൊ ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ ഇത് ലീവോ ആണ്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഇനി എന്താ പറയുന്നത്? ഇവർക്ക് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടെങ്കിൽ അവയെ എനാൻഷ്യോമേഴ്സ് എന്നും അങ്ങനെയുള്ളവ ഓപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമറുകളാണെന്നും പറയുന്നു. അപ്പൊ നാം നോക്കിക്കോളൂ, നമ്മൾ കോംപ്ലക്സിലേക്കൊക്കെ വരാം. അതിനു മുൻപായിട്ട് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണ്ടേ? അതിനാണ് ഞാൻ ഈ ആൽഫബറ്റ് ഒക്കെ എടുത്തത് കേട്ടോ. ഇനി ഇതേ ഐഡിയ ആണ് നമ്മൾ കോംപ്ലക്സുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, എങ്ങനെയാണ് ഒരു മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഈ മിറർ ഇമേജിനെ എടുത്ത്, ഇതിനൊരു ഇമാജിനേഷൻ വേണോ കേട്ടോ. ഈ മിറർ ഇമേജിനെ എടുത്ത് ഈ ഒരു സാധാരണ നോർമൽ ഓബ്ജക്റ്റിന്റെ മേലെ ഇങ്ങനെ വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇവിടെ ഇവർ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമോ ഇല്ലയോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഇത് റൈറ്റ് ഹാൻഡ് ആണ്, ഇത് എന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊന്നിന്റെ മിറർ ഇമേജ് ആണ്. ഈ മിറർ ഇമേജിനെ എടുത്ത് ഞാൻ ഇതിന്റെ മേലെ വെക്കുന്നു. ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? കോയിൻസൈഡ് ചെയ്ത് പോകുന്നുണ്ടോ? സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ വ്യക്തമായല്ലോ എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നും എങ്ങനെയാണ് ഒരു നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഇമേജ് മനസ്സിലാക്കാന്നുള്ളതും കിട്ടിയില്ലേ പോയിന്റ്? അതായത് നമ്മൾ ഒരു ഓബ്ജക്റ്റ് എടുക്കുന്നു, ആ ഓബ്ജക്റ്റിന്റെ മിറർ ഇമേജ് നമ്മൾ കാണുന്നു, ആ മിറർ ഇമേജിനെ എടുത്ത് ആ ഓബ്ജക്റ്റിന്റെ മേലെ വെക്കുന്നു. അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. കോയിൻസൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം അത് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് കോംപ്ലക്സസ് ആർ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്? ഇനി നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ് കിട്ടിയതെങ്കിലോ അപ്പോൾ നമ്മൾ പറയും ദാറ്റ് കോംപ്ലക്സസ് ആർ ഓപ്റ്റിക്കലി ആക്റ്റീവ്.
മനസ്സിലായോ വ്യത്യാസം? അപ്പോ ഈ പിയുടെ ഇമേജ് ഈ ഒബ്ജക്റ്റിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെറ്ററിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇത് കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ലെറ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. നേരെ മറിച്ച് ഇതിനെ നോക്കൂ മക്കളെ, ഈ ഒ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ മിറർ ഇമേജ് ആണിത്. ഈ ഒ ഇതിനിങ്ങനെ എടുത്ത് ഇതിന്റെ മേലെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോയിൻസൈഡ് ചെയ്യില്ലേ? അത് സൂപ്പർ ഇമ്പോസിബിൾ ആവില്ലേ? ആകും. അതുകൊണ്ട് ഈ ആൽഫബറ്റ്, അതായത് നമ്മളുടെ ഒ എന്ന ആൽഫബറ്റ് സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു മിറർ ഇമേജ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇപ്പോ കാര്യം ക്ലിയർ ആയോ? ഇനി ഒരു കോംപ്ലക്സ് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ കൈറൽ മോളിക്യൂൾ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് മക്കളെ അത്? They must have non-superimposable mirror image. അത് നമ്മളിവിടെ കണ്ടു. അപ്പോ ഇതിന് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി, ഇതിന് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെന്നും മനസ്സിലാക്കി. ഓക്കെ, അപ്പോ വേറൊരു പോയിന്റ് എന്താണ്? They do not possess any kind of symmetry. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടായിരിക്കണം. മാത്രല്ല ഇവർക്ക് യാതൊരു തരത്തിലുള്ള സിമ്മട്രികളും പാടില്ല. അപ്പോ എന്താണ് ഈ സിമ്മട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 സിമ്മട്രികളാണ് ഉള്ളത്. ഒന്ന് പ്ലെയിൻ ഓഫ് സിമ്മട്രി, മറ്റൊന്ന് സെന്റർ ഓഫ് സിമ്മട്രി, മൂന്നാമത്തത് ആക്സിസ് ഓഫ് സിമ്മട്രി. ഈ 3 സിമ്മട്രികളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മതി. then that complex will be optically inactive. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 സിമ്മട്രികള് ഏതെങ്കിലും ഒരെണ്ണായാലും മതി. അങ്ങനെ വരുന്ന കോംപ്ലക്സുകള് എന്തെന്നാ നമ്മൾ പറയാ? ഓപ്റ്റിക്കലി ഇനാക്റ്റീവ്. ശ്രദ്ധിക്കണോ കേട്ടോ. അപ്പോ എനാൻഷിയോമേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നേരെ നമുക്ക് കോംപ്ലക്സിലേക്ക് പോവാം. നമുക്ക് ആകെ 2 എക്സാമ്പിളെ പഠിക്കാനുള്ളൂ. ആ 2 പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഉഷാറൊക്കെ ആയില്ലേ? ഉഷാറാവണം കേട്ടോ. നമുക്ക് കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോംപ്ലക്സുകളിൽ നിന്ന് തുടങ്ങാം ഓപ്റ്റിക്കൽ ഐസോമർസത്തിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലേ? ആദ്യം തന്നെ ഞാൻ എന്താ എഴുതിയിട്ടുള്ളത്? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഡു നോട്ട് ഷോ ഓപ്റ്റിക്കൽ ഐസോമറിസം. കോർഡിനേഷൻ നമ്പർ 4 വരുന്ന ആകെ 2 കോംപ്ലക്സുകളാണ്. ഒന്ന് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സും മറ്റൊന്ന് ടെട്രാഹീഡ്രൽ കോംപ്ലക്സും. നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകള് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ കാണിക്കും എന്നുള്ളതും പറഞ്ഞിരുന്നു. എന്നാൽ ഓപ്റ്റിക്കൽ ഐസോമറിസം പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകള് എന്ത് കാണിക്കുന്നില്ല? ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. എന്നാൽ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഓഫ് ടൈപ്പ് MABCD, അതായത് മെറ്റൽ ദാറ്റ് ബോണ്ടഡ് വിത്ത് 4 ഡിഫറെന്റ് ലിഗാൻഡ്സ് ദാറ്റ് ഷോ ഓപ്റ്റിക്കൽ ഐസോമറിസം. സെയിം ലിഗാൻഡുകൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ MA4, ഈ ടൈപ്പ് കോംപ്ലക്സ് അത് ടെട്രാഹീഡ്രൽ ആണെങ്കിൽ പോലും അവര് ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. എന്നാൽ MABCD എന്ന കോംപ്ലക്സ് വരികയാണെങ്കിൽ അത് ഉറപ്പായും ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിച്ചിരിക്കും. ഇനി എന്തുകൊണ്ടാണ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു എക്സാമ്പിൾ ആണ് PTNH3 twice Cl2. നമ്മൾ മനസ്സിലാക്കിയിരുന്നു this can exist in 2 different isomers, that is cis isomer and the trans isomer.
അപ്പോ ഇതാണ് സിസ് ഐസോമർ ആൻഡ് ദിസ് ഇസ് എ ട്രാൻസ് ഐസോമർ. അത് ജോമെട്രിക്കൽ ഐസോമറിസം പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ആ വീഡിയോ നന്നായി കണ്ടതിന് ശേഷം മാത്രം ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല എന്ന് പറയുന്നത്? ഇവിടെ സിമ്മട്രികളുണ്ട്. അതായത് നമ്മളൊരു ഇമാജിനറി ലൈൻ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കും, ഒരു ഇമാജിനറി ലൈൻ. അപ്പൊ എന്താണ്ടായത്? ഇതിന്റെ എക്സാക്ട് ഹാഫ് ആയിട്ടാണ് ഇത് വരുന്നത് അല്ലേ? ഈ ഒരു പോർഷന്റെ എക്സാക്ട് ഹാഫ് അല്ലേ ഇത്? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ പറയാൻ പറ്റും ഈ ഒരു കോംപ്ലക്സിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് എന്നുള്ളത്. ദിസ് കോംപ്ലക്സ് ഹാസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പോ പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് ദിസ് ഈസ് ഓപ്റ്റിക്കലി എന്താണെന്ന് പറയാം? ഇനാക്റ്റീവ്. ഓക്കെ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് ഇത് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയാം. ഇനി നമ്മള് ട്രാൻസ് ഐസോമർ എടുത്തു. ട്രാൻസ് ഐസോമർ എടുക്കുമ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇതേപോലെ ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടില്ല അല്ലെ? എന്നാൽ നമ്മൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെന്റർ മെറ്റൽ ആറ്റത്തിലൂടെ കടന്ന് വീണ്ടും നമ്മൾ തിരിച്ചെത്തുന്നത് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലിഗാൻഡിലേക്കാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു ഇതിന് ഒരു സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന്. എന്താണ് സെന്റർ ഓഫ് സിമെട്രി? ഒരു ലൈൻ സെന്ററിലൂടെ പാസ് ചെയ്തിട്ട് രണ്ട് സ്ഥലങ്ങളും ഒരേപോലത്തെ ലിഗാൻഡ് ആയിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് അതിന് എന്തുണ്ട് എന്നുള്ളത്? സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന്. സെയിം കേസാണ് ഇവിടെയും വരുന്നത് കേട്ടോ അല്ലെ? അപ്പോ ഇവിടെ സെന്റർ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ട് ഈ ട്രാൻസ് ഐസോമറും ഓപ്റ്റിക്കൽ ഐസോമറിസം എന്ന കാറ്റഗറിയിൽ വരില്ല, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഐസോമർ ആയിട്ട് കണക്കാക്കില്ല. ദിസ് ഈസ് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. ഓക്കെ, അപ്പൊ ഞാനിത് മാറ്റാൻ പോവാണ്. ദിസ് ഈസ് ഓഫ് ടൈപ്പ് MA2B2. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്റ്റിക്കൽ ഐസോമറിസം ഇൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സസ്. മക്കളൊരു കാര്യം മനസ്സിലാക്കണം, ഒപ്റ്റിക്കൽ ഐസോമറിസം കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കോംപ്ലക്സുകൾക്കാണ്. അതായത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളാണ് കൂടുതലായും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. നമ്മൾക്ക് എക്സാമ്പിളുകൾ ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഓഫ് ദ ടൈപ്പ് MAA2B2 ടൈപ്പ്. AA2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളെയാണ്. AA that indicate actually a bidentate ligand. അത് രണ്ടെണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് AA twice എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. COEN twice Cl2 plus. ജോമെട്രിക്കൽ ഐസോമറിസം പഠിപ്പിച്ചു തന്നപ്പോ ഈ സെയിം എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു COEN twice Cl2 പ്ലസിന് രണ്ട് ഐസോമറുകൾ പോസിബിൾ ആണെന്നുള്ളത്. ആ രണ്ട് ഐസോമറുകളാണ് ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പോ ഇതാണ് സിസ് ഐസോമർ, ഇതാണ് ട്രാൻസ് ഐസോമർ. നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസത്തിനെ കുറിച്ചല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഓപ്റ്റിക്കൽ ഐസോമർസത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഓപ്റ്റിക്കൽ ഐസോമേഴ്സിനെ കുറിച്ചാണ് അല്ലെ? ഓപ്റ്റിക്കൽ ഐസോമറുകൾ ആവണമെങ്കിൽ നമ്മൾക്ക് അവിടെ എന്ത് കാണേണ്ടിയിരിക്കുന്നു? മിറർ ഇമേജ് കാണണം. അങ്ങനെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ രണ്ട് കോംപ്ലക്സുകളുടെയും മിറർ ഇമേജ് നമ്മൾ വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇത് മിററാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇമേജ് വരയ്ക്കാണ് കേട്ടോ. എങ്ങനെയാ വരിക മക്കളെ ഇതിന്റെ മിറർ ഇമേജ്? ഇവിടെ കാണുന്ന ഈ CL ഇവിടെ ഏത് ഭാഗത്തായിട്ട് വരും? ഇതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോ ഇവിടെ വരും. ഈ CL ആണെങ്കിൽ ഇതിവിടെ വരും. ഈ EN എന്ന് പറയുന്നത് അങ്ങോട്ട് പോകും അല്ലെ? ഇങ്ങനെയിരിക്കും. ഓക്കെ, ഈ EN ഇങ്ങനെയും വരും. ഇതാണ് ഈ ഒരു സിസ് ഐസോമറിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോ
ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ ഇത് ലീവോ റൊട്ടേറ്ററി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദിസ് ഈസ് ഡി ഫോം ആൻഡ് ദിസ് ഈസ് എൽ ഫോം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി ഫോമും എൽ ഫോമും മിറർ ഇമേജസ് ആണെന്ന് പറഞ്ഞു. ഇനി അവര് ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണോ ഇതിനുള്ളതെന്ന് നോക്കണം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെങ്കിൽ അവർ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, അതല്ലെങ്കിൽ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മിറർ ഇമേജിനെ നമ്മൾ എങ്ങനെ എടുത്തു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഈ കോംപ്ലക്സിലേക്ക് ഇങ്ങനെ വെക്കുക. ഒക്കെ സങ്കല്പാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിന്റെ മേലെ വെക്കുക. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഈ ഒരു മിറർ ഇമേജിനെ എടുത്ത് നമ്മൾ എടുത്ത കോംപ്ലക്സിന്റെ മുകളിലായിട്ട് വെക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ഇല്ലെങ്കിൽ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോ എന്താണ് ഈ ഒരു കോംപ്ലക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെന്നാണോ, അതല്ല സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെന്നാണോ? Definitely, these two are non-superimposable mirror images. Okay, that means these two are enantiomers. These two are enantiomers. Got the idea? ഇത് രണ്ടും നോൺ സൂപ്പർഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവരെ എനാൻഷ്യോമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ ട്രാൻസ് ഐസോമറിനും വെക്കുകയാണ് കേട്ടോ. അപ്പോ ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ട്രാൻസ് ഐസോമറില് നമ്മൾ ഇങ്ങനെ ഇതിന് വല്ല പ്ലെയിനോ സിമെട്രി ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ നിങ്ങള്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമോ? ഇങ്ങനെ നമുക്ക് വെക്കാം. ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണെന്ന്. ദിസ് ഈസ് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഹാസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. ഓപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല, എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു മിറർ ഇമേജ് വരയ്ക്കണം. അപ്പൊ എന്താ വരിക മക്കളെ? ഇത് കൊബാൾട്ട്, ഇയൻ, ഇവിടെ സിയല്, ഇവിടെ സിയല്, ഇത് ഇയൻ. ഇതിനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായും കോയിൻസൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് COEN ട്വൈസ് CL2 പ്ലസില് ആകെ കൂടി 3 ഐസോമറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1, 2, 3 ഐസോമർ. ഇത് ഇതിന്റെ റിപ്പീറ്റേഷൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ഒപ്റ്റിക്കൽ ഐസോമർ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതിൽ തന്നെ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുന്നത് ഇവിടെ 3 എണ്ണുണ്ട്. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് 2 എണ്ണാണ്. ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് 1 എണ്ണാണ്. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ? ഓപ്റ്റിക്കൽ ഐസോമറുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും സിസ് ഐസോമറുകൾ, ഓപ്റ്റിക്കൽ ഐസോമറുകളാണ്. എന്നാൽ ഇതിന്റെ മിറർ ഇമേജ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണേ പറ്റുള്ളൂ. അപ്പൊ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. പക്ഷെ ഇത് രണ്ടും ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത്രയും ഐഡിയ ഉണ്ടായിരിക്കണം ഇത് പഠിക്കുന്ന സമയത്ത്. നിങ്ങളുടെ ടെക്സ്റ്റില് ഇതേപോലെ ഒരു കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഹോംവർക്ക് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി കണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കാം. സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? അയ്യോ കഴിയാനായല്ലോ എന്ന് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നെക്സ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് MAA thrice 3+. എന്ന് പറയുമ്പോൾ അതൊരു ബൈഡന്റേറ്റ് ലിഗൻഡ് ആണ്. അപ്പോ അതിനൊരു എക്സാമ്പിൾ ആണ് COEN thrice 3+. അപ്പൊ നമുക്ക് ഇതിന്റെ
എന്ത് വരയ്ക്കണം? ഒപ്റ്റിക്കൽ ഐസോമറുകൾ വരയ്ക്കണം. നമുക്ക് നോക്കാം. ഇവിടെ എ ത്രൈസ് ആയതുകൊണ്ട് തന്നെ സിസ് എന്നും ട്രാൻസ് എന്നും നമുക്ക് സാധിക്കില്ല പറയാനായിട്ട്, അല്ലെ? അപ്പോ എങ്ങനെയാണ് ഈ ഒരു കോംപ്ലക്സ് വരയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ഏത് ടൈപ്പ് കോംപ്ലക്സ് ആണ് മക്കളെ? കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് ഉറപ്പായും അതൊരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. ഇവിടെ കൊബാൾട്ട് ആണ്, നമുക്ക് ഒക്ടാഹീഡ്രൽ ജോമെട്രി ആണ് വരുന്നത്. അപ്പോ ഇതിനെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബൈഡന്റേറ്റ് ലിഗാൻഡ് അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ എന്ത് വരയ്ക്കണം? മിറർ ഇമേജ് വരയ്ക്കണം. അപ്പൊ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മക്കൾ എന്ത് വരയ്ക്കേണ്ടതുണ്ട്? മിറർ ഇമേജ് വരയ്ക്കണം. അപ്പൊ മിറർ ഇമേജ് വരയ്ക്കാൻ പോവാണ്. കോബാൾട്ട്, എന്താണ് ഇത്? ഇവിടെ വരും അല്ലെ? ഇങ്ങനെ വരും. EN, ഇത് ഈ ഭാഗത്ത് വരും. EN, then ഇത് ഈ ഭാഗത്ത് വരും. ഇനി എന്താണ് മക്കളെ നോക്കേണ്ടത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മിറർ ഇമേജിനെ എടുത്ത് ഈ ഒരു കോംപ്ലക്സിന്റെ മേലെ വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നമ്മൾ പറയും. അപ്പോ ഇത് ഡി ഫോം ആൻഡ് ദിസ് ഈസ് എൽ ഫോം. അപ്പോ ഇതിനെടുത്ത് ഇവിടെ വെക്കുമ്പോ the mirror images are എന്താണ്? are non superimposable. Okay, non superimposable, hence they are optically active. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള 2 ഐസോമറുകളെ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ ഐസോമറിസം ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് ഐസോമറിസം പഠിക്കാനായിട്ട്? ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ഓടാൻ തോന്നുന്നുണ്ടോ? ഒരു രക്ഷയില്ല എന്റെ മക്കളെ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ ഇതുക്കും മേലെയുള്ള കുറെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.